അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമുക്ക് വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു പുണ്യകർമ്മമാണ് നമ്മൾ നല്ലതൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക, തെറ്റായ കാര്യങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുക എന്നുള്ളത്. അംറും ബിൽ മഅറൂഫ് വനഹ്യും അനിൽ മുൻകർ. അത് സ്വതക്കയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ധർമ്മമാണെന്ന്. നമുക്ക് ധാരാളം പ്രതിഫലങ്ങൾ കിട്ടും. നമ്മുടെ എന്തെല്ലാം കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ മക്കൾ, നമ്മുടെ സമ്പത്ത്, എന്തെല്ലാം നമുക്ക് തെറ്റുകൾ പറ്റുന്നുണ്ടോ ആ തെറ്റുകളൊക്കെ പരിഹരിക്കാനും അത് സഹായകമാകുമെന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ നമ്മളെ ഒരു ദീനീയായ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന കുറേ ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ വിശ്വാസം ശരിയായി സംരക്ഷിക്കപ്പെടുന്നതാണ്. എല്ലാ സന്ദർഭത്തിലും നമ്മുടെ ഈ ശരിയായ അറിവ് ദീനിനെ പറ്റിയില്ലെങ്കിൽ ഏത് സമയത്ത് നമുക്ക് വിശ്വാസപരമായിട്ടുള്ള തകരാറുകൾ നമുക്ക് സംഭവിക്കും. ഹിഫ്ദുൽ അഖീദ. അപ്പോൾ നിരന്തരമായ ദീനീ പഠനങ്ങളിലൂടെ നമ്മുടെ വിശ്വാസത്തിന് പ്രശ്നം വരാതെ കാത്തുസൂക്ഷിക്കും. നാട്ടിൽ പല ബിദ്അത്തുകളും പല ശിർക്കുകളും രംഗപ്രവേശനം ചെയ്യാൻ കാരണം അതിനെക്കുറിച്ചുള്ള സജീവമായ ചർച്ചകളും ഉത്ബോധനങ്ങളും നിന്നു പോകുന്നതാണ്. രണ്ടാമത്തൊരു കാര്യം എന്താണ്? ഈ മുസ്ലിം സമുദായം അത് ഏറ്റവും നല്ലൊരു സമുദായമായി നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർ തെറ്റുകളോട് പ്രതികരിക്കുകയും നന്മകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മളെവിടെ നമ്മൾ ജീവിക്കുകയാണെങ്കിലും അവിടെ വരുന്ന തകരാറുകളെ തിരുത്താനും അതിനെ പുരോഗതിയിൽ നയിക്കുന്ന അഡ്വൈസ്, ഉപദേശങ്ങൾ തരാനും ആളില്ലെങ്കിൽ ആ സ്ഥാപനം നശിക്കും. ഇസ്ലാമാകുന്ന ഈ ഒരു സ്ഥാപനം നിലനിൽക്കുന്നത് ഇതിലെന്തെങ്കിലും ആരെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അത് അയാളെ ഓർമ്മപ്പെടുത്തുകയും അതിൻ്റെ നന്മകൾക്കൊരു പ്രോത്സാഹനം നൽകുകയും ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾക്ക് കുറേ ആളുകളെ പരിചയമുണ്ട്. അതിൻ്റെ അടിസ്ഥാനം ദീൻ്റെ രംഗത്താണ്. ഒരുപക്ഷെ കുടുംബക്കാരെക്കാളും നമുക്ക് ആദർശ ബന്ധുക്കളുണ്ടാകും. അൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ഔലിയാഉ ബഅ്ദുഹും ലിബഅദ്. പരസ്പരം അവർ മിത്രങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇസ്ലാമിക പ്രബോധനം, നമ്മൾ ദീന് ഉൾക്കൊണ്ടതുപോലെ തന്നെ അത് ദീന് പ്രചരിപ്പിക്കുന്നതിലേക്കുള്ള ചില കാൽവയ്പ്പുകൾ നമ്മൾ നടത്തുമ്പോഴാണ് നമുക്കിടയിലുള്ള ഒരു സാഹോദര്യവും നമുക്ക് കുറേ ഫ്രണ്ട്സും കുറേ ആളുകളുണ്ടാവും. പലപ്പോഴും ഈ ജനാസിലൊക്കെ പങ്കെടുക്കുമ്പോൾ അസാധാരണമായ ജനബാഹുല്യം കണ്ടാൽ നമുക്ക് മനസ്സിലാവും അയാൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട ദീനീ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കായിരുന്നൊരു വ്യക്തിയായിരുന്നു. അങ്ങനത്തെ ആളുകൾക്കാണ് നമ്മൾ അപാരമായ ജനങ്ങളെ സാധാരണ കാണാറുള്ളത്. അതേപോലെ തന്നെ നാശത്തിൽ നിന്നുമുള്ള ഒരു അമൻ മിനൽ ഹലാക്ക്. പല ദുരന്തങ്ങളും ഒന്നും അള്ളാഹു ഈ ദീനിനെ പ്രചരിപ്പിക്കുന്ന പ്രബോധകന്മാരെ രക്ഷപ്പെടുത്തുന്നതാണ്. നമുക്കാണ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിലാരാ കയറിയത്? പ്രബോധകന്മാരാണ് കയറിയത്. ദീനിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾക്ക് അള്ളാഹു എന്ത് ചെയ്യും? കപ്പലെത്തിക്കും. ഏത് തൂഫാനിലും അവർക്ക് എന്ത് ചെയ്യും? കപ്പലെത്തിച്ചു കൊടുക്കും. അതേപോലെ തന്നെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് ഒരു വ്യക്തിക്കും അതിനെക്കുറിച്ച് ബോധം ഉണ്ടാവുക. നമ്മളിങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യും? അവരതിനെ പറ്റി ചിന്തിക്കും. ചിലപ്പോൾ ജീവിതത്തിൽ ഒരു തെറ്റ് നിരന്തരമായി ആവർത്തിക്കുന്ന ഒരാളോട് നമ്മൾ ഒരിക്കലൊന്ന് ഓർമ്മപ്പെടുത്തിയാൽ ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യും? അയാളതിനെ ഉപേക്ഷിക്കുന്നൊരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കതിൻ്റെ പ്രതിഫലം വളരെ വലുതാണ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നമ്മൾ എന്ത് നന്മ ചെയ്താലും അതിനൊക്കെ ഒരു പ്രതിഫലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കിട്ടും. എന്താണ്? നബിയിലൂടെ മാത്രമാണ് ഈ നന്മകളെല്ലാം നമുക്ക് വന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു പങ്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കിട്ടുന്നതാണ്. ഇതേപോലെ സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇരുന്ന വീട്ടിൽ അവിടെ ഒരു ക്ലാസ്സോ പരിപാടിയോ സംഘടിപ്പിക്കാൻ, അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കുടുംബ സംഗമം നടക്കുകയാണെങ്കിൽ അവിടെ ഒരു 10 മിനിറ്റ് ഒരു ദീനീ പ്രഭാഷണം നടത്താൻ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയുള്ള നല്ലൊരു ക്ലിപ്പ് വേറെ ആൾക്ക് അയച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിലക്ക് നമ്മുടെ ദീൻ്റെ രംഗത്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്താൽ ഈ നേട്ടങ്ങളും ഗുണങ്ങളും എല്ലാം നമുക്ക് ലഭിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.